സംസ്ഥാനത്ത് ആദ്യ സ്ഥാനാർത്ഥിയെ കോട്ടയത്ത് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. മറുവശത്ത് UDF സ്ഥാനാർത്ഥിയെ ചൊല്ലി ജോസഫ് ഗ്രൂപ്പിൽ തർക്കം തുടരുമ്പോഴാണ് ഒരു തർക്കവുമില്ലാതെ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ഒരേ ഒരു പേര് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത്. ആ പേര് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റിംഗ് MPയും പാർട്ടിയുടെ വൈസ് ചെയർമാനുമായ ശ്രീ തോമസ് ചാഴികാടനാണ്. കേരള കോൺഗ്രസ് പാർട്ടിയെ പ്രതിദാനം ചെയ്യുന്ന, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയം ലോകസഭ സ്ഥാനാർത്ഥിയായി ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിനു പിന്നാലെ ഇടതുമുന്നണി പ്രചാരണത്തിനും തുടക്കം കുറിച്ചു. കോട്ടയം നഗരത്തിലെ ചുമരുകളിൽ രണ്ടില ചിഹ്നം വരച്ചുകൊണ്ടായിരുന്നു തുടക്കം. മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ രണ്ടിലയിൽ മാത്രമാണ് താൻ മത്സരിച്ചതെന്ന് ചാഴികാടൻ. കേരള കോൺഗ്രസ് പാർട്ടിയോടൊപ്പം 1991 ബഹുമാനായ KM മാണി സാറ് വിളിച്ചിട്ട് വന്നതാണ് ഞാൻ. 91 മുതൽ 2019 വരെ മത്സരിച്ച 7 തെരഞ്ഞെടുപ്പുകളിലും ഒരേ ചിഹ്നത്തിൽ, രണ്ടില ചിഹ്നത്തിലാണ് ഞാൻ മത്സരിച്ചത്. അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ വക്താവായി താൻ ഒരിക്കലും മാറിയിട്ടില്ലെന്നാണ് ചാഴികാടൻ ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. 1991 മുതൽ 2006 വരെ ഏറ്റുമാനൂരിൽ നിന്നും നിയമസഭയിലെത്തിയ ചാഴികാടൻ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,06,259 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കോട്ടയത്തു നിന്നും വിജയിച്ചത്. MP എന്ന നിലയിൽ 100% ഫണ്ടും മണ്ഡലത്തിൽ ചെലവഴിക്കാനായത് ചാഴികാടൻ്റെ നേട്ടങ്ങളാണ്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.